നൗഫലിനോട് ഒരു ചോദ്യം, അതായത് നേരത്തെ റവന്യൂ വകുപ്പ് മന്ത്രി വന്നു, വീടിനകത്ത് കയറി പെൻസിൽ കൊണ്ട് മായ്ച്ചു. നൗഫലിന് എന്താ തോന്നിയത്? എനിക്ക് തോന്നിയത് എന്തോ ഒരു കിളി പോയവരാണ് മൂപ്പര് ചെയ്യുന്നത്. അല്ല, സത്യം പറയാം. കാരണം ഈ മാർക്ക് ചെയ്തവിടെ കറക്റ്റ് ലീക്കുള്ളവിടെ മാർക്ക് ചെയ്തവിടെ അത് ഈ ഊരാലുകൾ ഉദ്യോഗസ്ഥന്മാരെന്നെ വന്നിട്ട് മാർക്ക് ചെയ്തത്, അല്ലെങ്കിൽ ഞാനൊന്നുമല്ല മാർക്ക് ചെയ്തത്. ഈ മാർക്ക് ചെയ്തത് ഈ മന്ത്രി വന്നിട്ട് ഈ മാർക്കർ മാത്രം മായ്ക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് ചോദിക്കേണ്ട. മന്ത്രി ഞാൻ ഇവിടെ നിൽക്കണ്ട. എന്താ ഈ വീടിന്റെ ഉടമസ്ഥൻ, ഈ വീടിന്റെ ഉടമസ്ഥനാണ് ഞാൻ. എൻ്റെ ഒരു വാക്ക് മന്ത്രിക്ക് ചോദിക്കാം. ഒരു അവകാശമല്ലേ, ഒരു അവകാശമാണ് ഈ ഉടമയ്ക്ക് ഒരു അവകാശം ഉണ്ടല്ലോ. ആ അവകാശം ആ മന്ത്രിക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം. വിള്ളലൊന്ന് കാണിച്ചു തരുമെന്ന്. ഞാൻ എന്നിട്ട് മേലെ പോയിട്ട് നിങ്ങളെ ഈ മാധ്യമ പ്രവർത്തകർക്കാണ് ഞാൻ അത് കാണിച്ചു കൊടുത്തത്. നിങ്ങൾക്കത് ബോധ്യപ്പെട്ടതല്ലേ? മേലെ വിണ്ടതും അടിയിൽ വിണ്ടതും ആ കിനിവുള്ളതും. സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് പൊതുജനങ്ങളുള്ളത്. വിള്ളലുണ്ടെന്ന് പറയുന്നു, മന്ത്രി ചെക്ക് ചെയ്യാൻ വരുന്നു, ഉദ്യോഗസ്ഥർ ചെക്ക് ചെയ്യാൻ വരുന്നു, അതിനോടൊപ്പം കുറെ മാർക്ക് ചെയ്ത ഭാഗങ്ങളൊക്കെ വിള്ളലുകളാണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നു. മന്ത്രി വന്ന് ആ വിള്ളലിന്റെ മാർക്ക് ചെയ്ത ഭാഗം മായ്ച്ചു കളയുന്നു, മന്ത്രി പോകുന്നു. അതിനോടൊപ്പം അതാ വീടിന്റെ ഉടമസ്ഥൻ വന്നിട്ട് പറയുന്നു മന്ത്രിയുടെ കിളി പോയെന്ന് പറയുന്നു. ആ കിളി പോയി എന്ന് പറഞ്ഞ് തൊട്ട് വാക്കിൽ പറയാണ് ഈ വീടിന്റെ ഉടമസ്ഥനാണ് ഞാനെന്ന്. നിങ്ങൾ ആ വീടിന്റെ ഉടമസ്ഥനാണെന്ന് പറയുന്ന രീതിയിലേക്ക് ഈ സർക്കാർ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാരിനും ആ കോൺട്രാക്ട് എടുത്ത കമ്പനിക്കും അത് കൃത്യമായി തരാൻ കഴിയുമെന്നുള്ള സാമാന്യ ബോധം നിങ്ങൾക്ക് വേണമായിരുന്നു. സത്യത്തില് നിങ്ങൾ ചാവി കൊടുത്താൽ തിരിയുന്ന ഒരു പാവയായിട്ട് പ്രവർത്തിക്കുകയാണ്. അത് നിങ്ങൾ ആ ചുറ്റിലും കൂടി നിൽക്കുന്ന ആ ശവം തൂക്കികളെ കണ്ടാൽ തന്നെ തിരിയും. നിങ്ങളിപ്പോ പറയുന്നത് എന്റെ വീട്ടിൽ കയറി വന്നിട്ട് മന്ത്രി എന്നോട് ചോദിച്ചില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടാവുമ്പോ നിങ്ങൾ ഈ ശവം തൂക്കികളെ കൂട്ടുപിടിച്ചത് കൊണ്ടായിരിക്കാം ചിലപ്പോ മന്ത്രി നിങ്ങളോട് ചോദിക്കാതിരുന്നിട്ടുണ്ടാവുക. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടും ബന്ധപ്പെട്ട മന്ത്രിയോടും നിങ്ങൾ പരാതി പറയുന്നതിന് പകരം ഈ ശവം തൂക്കികളെ കൂട്ടുപിടിച്ചത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ മന്ത്രി നിങ്ങളോട് കാര്യങ്ങളൊന്നും അന്വേഷിക്കാതിരുന്നിട്ടുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് പരിഹസിച്ച് ചിരിക്കുന്നവരൊക്കെ കൊടുത്ത വീടുകൾ വാട്ടർ പ്രൂഫ് ആയതിനെ കൊണ്ട് പിന്നെ പ്രശ്നമില്ലല്ലോ. ഉണ്ടാക്കി കൊടുത്ത 100 കണക്കിന് വീട് ഭയങ്കര വലിയ ബംഗ്ലാവുകളായതിനെ കൊണ്ട് അവർക്ക് ചിരിക്കാനുള്ള അർഹത ഉണ്ട്. വീട്ടിൽ നിന്നിട്ട് ഈ വീടിന്റെ ഉടമസ്ഥൻ ഞാനാണെന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ സർക്കാരിന് നിങ്ങൾക്ക് ആ വീട് വൃത്തിക്കാക്കി തരാനും കഴിയുമെന്നുള്ള ബോധം നിങ്ങൾക്ക് ആദ്യം വേണമായിരുന്നു. വീടുകളുടെ വാട്ടർ പ്രൂഫ് പരിശോധനയ്ക്കിടയിലാണ് ഇതിന് ലീക്ക് കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീട്ടിൽ നിങ്ങൾക്ക് താമസിക്കാൻ യോഗ്യമായിട്ടേ ആ വീട് നിങ്ങൾക്ക് തരുള്ളൂ. ഈ ദുരന്തം നടന്ന അന്ന് മുതൽ ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ഒരു മനുഷ്യനെയാണ് നിങ്ങൾ കിളി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുന്നത്. ആ ശവന്തൂക്കികളുടെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ ഓർത്തിട്ട് ലജ്ജ തോന്നുന്നു. ഇതിനും യോഗ്യരായിട്ടുള്ള ശവന്തൂക്കികളാണ് നിങ്ങൾക്ക് ചുറ്റിലും നിൽക്കുന്നത്. അവരാണ് നിങ്ങളെ ഈ മോട്ടറാക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് എന്തോ സഹതാപം തോന്നുകയാണ്. അതിലപ്പുറം എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല നിങ്ങളോടൊന്നും. വീടിന് ലീക്ക് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും വ്യക്തമായിട്ടും പരിഹരിച്ചു തരുമെന്ന് ഉദ്യോഗസ്ഥരും മന്ത്രിയും പറഞ്ഞിട്ടും നിങ്ങൾ ഇവരെയൊക്കെ കൂട്ടുപിടിച്ചിട്ട് തിരിയുന്ന ഒരു പാവയായി മാറരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ.